നമസ്തേ. ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം സുപ്രീം കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും രണ്ട് പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നിയമമല്ല, 2-3 നിയമങ്ങളുടെ ഭേദഗതി വരുത്തിയിട്ടുള്ള പല നിയമങ്ങൾ റദ്ദ് ചെയ്ത്. ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം ശരിയല്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്, അറിയാനുള്ള അവകാശത്തെ, പൗരന്മാരുടെ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ്. ഓരോരുത്തരും, ഓരോ പാർട്ടിയും ആരുടെ കയ്യിൽ നിന്നൊക്കെ എത്ര ലക്ഷം രൂപ സംഭാവന വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ പൗരന്മാർക്ക് അറിയാൻ അവകാശമുണ്ട്. അത് ചോദിക്കുമ്പോൾ അത് നൽകാൻ പറ്റില്ല. ഇലക്ട്രൽ ബോണ്ട് വഴി വന്നിട്ടുള്ള സംഭാവനകൾ ആരുടെ കയ്യിൽ നിന്ന് വന്നതാണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം പോയതിന് ശേഷം പോയല്ലോ, ഇനിയിപ്പോൾ എല്ലാം സുതാര്യമാകും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വിവരങ്ങൾ, എത്ര ഫണ്ട് കിട്ടിയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്കിലും തരുമോ ഈ പാർട്ടിക്കാർ? ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം വരുന്നതിന് മുമ്പ് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര ഫണ്ട് കിട്ടിയിട്ടുണ്ട്, ആരിൽ നിന്നെല്ലാമാണ്, എത്ര വീതം കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിവരങ്ങൾ, സത്യസന്ധമായ വിവരങ്ങൾ തരുമോ? ഒരു പാർട്ടിയും തരില്ല. ഒരു 500 കോടി 1000 കോടിയൊക്കെ വാങ്ങിച്ചിട്ട് വല്ല 100 കോടി കിട്ടിയെന്ന് പറയും. ബാക്കിയൊക്കെ അക്കൗണ്ടിൽ പെടാത്ത പണമായിട്ട് അവർ ചെലവാക്കി തീർക്കുകയാണ്. എല്ലാം കള്ളപ്പണമാണ്. കേരളത്തിലാണെങ്കിൽ ഇതൊക്കെ നേതാക്കന്മാരങ്ങ് വാങ്ങിച്ചെടുക്കുകയാണ്. പാർട്ടി അക്കൗണ്ടിൽ നിന്നും വരത്തില്ല. ഇതിനൊന്നും കണക്കുമില്ല. ഇപ്പം ഒരു കർത്ത കൊടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പം വെളിയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അയാൾ അതിനൊരു പ്രത്യേക അക്കൗണ്ട് വെക്കുകയും അത് ചിലവായിട്ട് എഴുതുകയും ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ അയാൾ ഇൻകം ടാക്സുകാർ പിടിച്ചു. ഇതൊന്നും ചിലവായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം പുറത്തു വന്നത്. ഭരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് വേറൊരു ഇത് വരുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇത് ഒരു നിലവിലുള്ള ഒരു സമ്പ്രദായം മാറ്റി അതിലുള്ള ചില പോരായ്മകൾ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം. അതിൽ ഭരണകക്ഷിക്ക്, അന്ന് BJP ആണ് കൊണ്ടുവന്നത്, ഭരണകക്ഷിക്ക് കൂടുതൽ പൈസ കിട്ടുന്നു, സംഭാവന കിട്ടുന്നു. അതാണ്, ആ അസൂയയാണ് ഈ സമ്പ്രദായത്തെ എതിർക്കാൻ കാരണം. ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടൊന്നും വേണ്ട എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അവർ മുന്നിലേക്ക് വരുന്ന ഇതിനെ ചോദ്യം ചെയ്യാൻ. അവർ ബക്കറ്റ് വിരുവാണ് അവരുടെ പരിപാടി. ബക്കറ്റ് വിരുവിൽ കൂടി ഒരു ദിവസം തന്നെ കോടികളുണ്ടാക്കും. ഒരു 10 കോടി, അത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിബുദ്ധി പ്രയോഗിക്കണം. വളരെ എളുപ്പമായിട്ടുള്ള ഒരു 10 കോടി ഒരാളുടെ നിന്ന് വാങ്ങിച്ചെന്നിരുന്നോട്ട്. അപ്പോൾ നമ്മളൊരു ബക്കറ്റ് വിരിവ് വെക്കുന്നു. എല്ലാ കേരളത്തിലും ഒരു 100 കണക്കിന് 1000 ബക്കറ്റുകളാണ് പിരിവിന് പോകുന്നത്. ആ ബക്കറ്റുകളിൽ കിട്ടുന്ന പൈസ എല്ലാം അങ്ങോട്ട് വൈകുന്നേരം എണ്ണി 10 കോടി അല്ലെങ്കിൽ 10 കോടി കവിഞ്ഞു, 11 കോടി കിട്ടിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ 10 കോടി സമാഹരിക്കുക എന്നുള്ളതാണ്. 10 കോടി എന്തായാലും നമുക്ക് അക്കൗണ്ട് ചെയ്യാം. ബാക്കിയുള്ളത് യഥാർത്ഥത്തിൽ പിരിക്കുന്ന എന്താണ്? അതാത് ഘടകങ്ങളുടെ ചെലവുകളിലേക്ക് എടുക്കുക. ഇങ്ങനെ ആയാൽ എന്താണ് കുഴപ്പം? ഈ സമ്പ്രദായം അല്ലേ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ബക്കറ്റ് ഉരുവിൻ്റെ കാര്യത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ? 10 രൂപയെങ്കിലും ഒരു 50 രൂപയും 100 രൂപയൊക്കെ ഇട്ടില്ലെങ്കിൽ അവർക്ക് കയറുവാണ്. ഈ ബക്കറ്റുമായിട്ട് വരുന്നവർക്ക് അത് മീൻ കച്ചവടക്കാർ, ഭിക്ഷ യാചിക്കാനിരിക്കുന്നവർ, അവരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ബക്കറ്റ് നീട്ടിക്കൊള്ളുവാണ്. ആ പാളയത്തെ മീൻ കച്ചവടക്കാരുടെ മുൻപിൽ അവർ വല്ലതും 10-500 രൂപയ്ക്ക് മീൻ എടുത്തുകൊണ്ട് വന്ന് അവിടെ വിറ്റ് അതിന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അവർ കുടുംബം പോറ്റുന്നത്. അവരുടെ കൊണ്ടുവന്നിട്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ബക്കറ്റ് കാണിക്കുന്ന ഒരു പടം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നു. എനിക്ക് ഭയങ്കര വാസ്തവത്തിൽ അതിശയവും സങ്കടവും ഇവരോടുള്ള പുച്ഛവും എല്ലാം എനിക്ക് അന്നേരം മനസ്സിൽ വന്ന വികാരങ്ങൾ അതൊക്കെയാണ്. എന്തൊരു കഷ്ടമാണ് ആ സ്ത്രീ എടുക്കുന്നത് ഇങ്ങനെ സംഭാവന. 10 രൂപയെങ്കിലും അവർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അവർക്ക് ആ 10 രൂപ വലിയ വിലയുള്ള പൈസയാണെന്ന് ഓർക്കണം. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? അതുകൂടെ ഒന്ന് ആലോചിക്കണ്ടേ? ഒരു മനസാക്ഷിക്കുത്തുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അപ്പോൾ ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്.
ഇങ്ങനെ നടത്തുന്ന പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആവശ്യമില്ല. അവർക്ക് കൂടുതൽ കിട്ടാനും പോകുന്നില്ല. അതായത് CPM എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ മാത്രമേ അവർക്ക് ഭരണത്തിൽ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം മുതലാളിമാരോ വ്യക്തികളോ എല്ലാം സംഭാവന കൊടുക്കുന്ന ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള തുകയെ കൊടുക്കുകയുള്ളൂ. ഭരണത്തിലിരിക്കുന്ന യഥാർത്ഥത്തിൽ അധികാരം ആളുന്ന പാർട്ടികൾക്ക് കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ സംഭാവന കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ നയങ്ങളും നടപടികളും അവർക്ക് സഹായകമായിട്ട് ഉള്ളതാകുന്നതുകൊണ്ടാണ് അവർക്ക് ഈ അപ്രീസിയേഷൻ. ഒരു സ്പെക്ട്രം അനുവദിക്കുന്ന സംബന്ധിച്ച് ഒരു വ്യവസായി പറഞ്ഞതാണ്, ഞങ്ങൾ സ്പെക്ട്രം ലേലത്തിൽ പിടിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് ലേലം ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി. അതിന് മുമ്പായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ 100 ആളുകളുടെയൊക്കെ നടക്കണമായിരുന്നു ലൈസൻസ് വാങ്ങിക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഈ ഭരിക്കുന്ന പാർട്ടിക്കാരോട് കൂടുതൽ ആഭിമുഖ്യം കാണും. അയാൾ കൂടുതൽ സംഭാവന കൊടുക്കും. എവരിരിക്കട്ടെ, എവരാണ് ഭരിക്കേണ്ടത് എന്നൊരു തോന്നൽ അവർക്ക് വരും. അങ്ങനെയുള്ള ആ അപ്രീസിയേഷൻ കൊണ്ടാണ് ഈ സംഭാവന കൊടുക്കുന്നത്. കോടതി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമ്മർദ്ദം ചെലുത്തി സംഭാവന പിരിക്കാൻ അധികാരത്തിലിരിക്കുന്നവർക്ക് സാധിക്കും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്നവർ കൂടുതൽ സംഭാവന വാങ്ങിക്കുന്നത്. അതിനെ കുറയ്ക്കാൻ സുപ്രീം കോടതി ഈ ബോണ്ട് സമ്പ്രദായം നിർത്തിയത് കൊണ്ട് സാധിക്കുമോ? സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കണം, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കണം വരുന്നത്? അത് ജനങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യത്തിന് അനുകൂലമായിട്ടാണോ വരുന്നത്? പുതിയ നല്ലൊരു സിസ്റ്റമാണോ വരുന്നത്? നേരത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഇതിനേക്കാൾ നല്ല സിസ്റ്റം ആയിരുന്നോ? ഇതൊക്കെ നോക്കണ്ടേ? പൗരന്മാരുടെ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇത് ഇങ്ങനൊരു ഭേദഗതി ഇതിൽ വേണം, പൗരന്മാർ ചോദിച്ചാൽ വിവരങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഈ സമ്പ്രദായം കൊള്ളത്തില്ല, റദ്ദ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മറ്റേതിന് യാതൊരു നിവൃത്തിയില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ സംഭാവന കിട്ടുമെന്നുള്ളതിന് അതിനെ തിരുത്താൻ ഒരു കോടതി വിചാരിച്ചാലും സാധിക്കത്തില്ല. എല്ലാവർക്കും വേണ്ടതെന്ന് ഭരണപരമായിട്ടുള്ള നടപടികളും നയങ്ങളും അവർ ചെയ്യുന്ന തൊഴിലിന് അനുകൂലമായിരിക്കണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ അനുകൂലമായിട്ട് നയങ്ങളും പരിപാടികളും രൂപീകരിക്കുന്ന പാർട്ടിക്കാർക്ക് കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ അഴിമതിക്കാരായിട്ടാണ് ഉള്ളവരാണെങ്കിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ പൈസ പിടിച്ചു വാങ്ങും. അത് ഭരണക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെ എന്നും അങ്ങനെയായിരുന്നു. സമ്മർദ്ദം ചെലുത്തി കൂടുതൽ പൈസ വാങ്ങിക്കും. അവർക്ക് കിട്ടുന്ന അത്രയും പൈസ മറ്റുള്ളവർക്ക് കിട്ടത്തില്ല, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് കിട്ടത്തില്ല. ഇതൊരു സർവകാല പ്രതിഭാസമാണ്. ഇതിനെ ഒന്നും ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കിയത് കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അത് സിമ്പിൾ കാര്യം, സിമ്പിൾ ലോജിക്ക് കോടതിക്ക് മനസ്സിലാകുന്നില്ല. കോടതി അതിലേക്ക് ആലോചിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. നമ്മുടെ ഈ നാടിൻ്റെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഒന്ന്, പൗരന്മാർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ഇതും എന്ന് കോടതി പറയുന്നു. ശരി, വളരെ ശരി. പക്ഷേ അതും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരെ. ഈ ഒരു ന്യായം, അതായത് ഭരണത്തിലിരിക്കുന്ന പക്ഷെ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ സംഭാവന വാങ്ങിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരെണ്ണമല്ല. അത് ഈ ബോണ്ട് വന്നതുകൊണ്ട് ഉണ്ടായതല്ല, ബോണ്ട് ഇല്ലാതായതുകൊണ്ട് അതില്ലാതാകത്തുമില്ല. പിന്നെ എന്തിനാണ് ഈ നിഷ്പ്രയോജനമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കുന്നത്? അതൊരു തെറ്റായിട്ടാണ്. എന്നുവെച്ചാൽ സുപ്രീം കോടതി നോക്കേണ്ടത് പറഞ്ഞു, നേരത്തെ ഉള്ള സമ്പ്രദായത്തെക്കാൾ ഇത് എത്ര കണ്ട് മെച്ചമാകുന്നു, എന്തെങ്കിലും ഒരു അഡ്വാൻസ് അതിൽ വരുന്നുണ്ടോ, അതാണ് നോക്കേണ്ടത്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പണം വാങ്ങിക്കുന്നു, എത്ര വാങ്ങിക്കുന്നു ആർക്കും അറിഞ്ഞുകൂടാ, എത്ര അക്കൗണ്ട് ചെയ്യുന്നു ആർക്കും അറിഞ്ഞുകൂടാ. പല പാർട്ടികളും അങ്ങനെയല്ലേ? ഇപ്പം ഇവിടെ തന്നെ നമ്മൾ കാണുന്ന പല പാർട്ടികളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ആരുടെ നിന്നൊക്കെ എത്ര വാങ്ങിക്കുന്ന ആർക്കറിയാം? അവർക്ക് 20,000 രൂപയിൽ കൂടുതൽ ഒരാൾ സംഭാവന കൊടുത്താൽ അത് പേരും മേൽവിലാസം എഴുതി വെക്കണമെന്നുണ്ട്. 20,000 രൂപ വേണ്ടെന്ന്, 19,999 രൂപ മതി. അത് ഈ ബക്കറ്റും കൊണ്ട് ചെല്ലുമ്പോൾ അതിനകത്ത് ഇട്ടാൽ മതി. അതിനെന്തെങ്കിലും ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റിനകത്ത് പിരിവ് നിർത്തണം.
എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചിട്ട് അത് അവർ അക്കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബക്കറ്റിൽ 50 രൂപ ഇട്ട് കൊടുത്തു. വൈകുന്നേരം ഇവർ എണ്ണുമ്പോൾ ഈ 50 രൂപയും അതിനകത്ത് കയറ്റിയിട്ടുണ്ടോ എന്ന് ഞാനെങ്ങനെ അറിയുന്നത്? എനിക്ക് ഒരു ഒരു അറിയാൻ ഒരു മാർഗ്ഗമില്ല. എൻ്റെ അവകാശമില്ലേ ഇത്? പക്ഷേ അവർക്കത് നമ്മൾ ചോദിക്കാൻ പാടില്ല. ഞങ്ങളെ വിശ്വാസമില്ലേ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞങ്ങൾ വൈകുന്നേരം ഇതെല്ലാം എണ്ണി അക്കൗണ്ട് ചെയ്യും. അത് മേൽഘടകത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ചെയ്തോ, പക്ഷേ എനിക്കെങ്ങനെ അത് ഉറപ്പാക്കാൻ പറ്റും? അതവർ പറയത്തില്ല. അത് ഞങ്ങളെ വിശ്വസിച്ചോണം. ഞങ്ങൾ അത്രയ്ക്ക് വിശ്വാസ്യരാണ്. ഇതാണ് അവരുടെ ന്യായം. ഈ ന്യായത്തിന് ഒരു കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കോടതിയുടെ ഈ വിധിയെ എല്ലാ പാർട്ടികളും ചേർന്ന് ഇല്ലാതാക്കി, അതിൻ്റെ വിധിയുടെ ഇമ്പാക്റ്റ് ഇല്ലാതാക്കും. ഇതിന് കൂടുതൽ വഷളായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.